ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടായിരുന്നോ? ഇന്ന് ഞാൻ ഒരു വടയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ 25 ചക്കക്കുരു പുഴുങ്ങി അതിൻ്റെ ചുമന്ന കരിന്തൊലി കളഞ്ഞ് ചുമന്ന പൂപ്പ് കളയാതെ എടുത്ത്, എന്നിട്ട് 2 വലിയ സവാള എടുത്ത് 4 പച്ചമുളക് എടുത്ത് കറിവേപ്പില എടുത്ത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച 1 സ്പൂണ് പേസ്റ്റ് എടുത്ത്, പിന്നെ ഉപ്പ്, മുളക് പൊടി, റവ, പിന്നെ കടലമാവ്, ഇച്ചിരി അരിപ്പൊടി ഇത്രയും ചേർത്ത് ഞെവിടി വെക്കുമ്പോഴേ നമ്മൾ റവ ചേർക്കുന്നത് കൊണ്ട് ഞെവിടി വെക്കുമ്പോഴേ അത് പൊരിക്കണം, അല്ലെങ്കിൽ റവ കുതിർന്നാൽ മുരുമുര ഇരിക്കത്തില്ല. നല്ല രുചിയായിട്ട് ഈ ഇത്രയും ചക്കക്കുരു എടുത്തപ്പോൾ തന്നെ ഒരു 10-20 എണ്ണമായി. അത്രയും വേണ്ടായിരുന്നു, അത്രയും ആളില്ലല്ലോ. ആൾ തോനെയുള്ളിടത്ത് ഇത്രയും എടുത്താൽ ചിലവാകും. നല്ല രുചിയുണ്ട്, നല്ലതുമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എനിക്ക് പിന്നെ ഇത് ഫീഡ്ബാക്ക് അറിയിച്ചെങ്കിലേ എനിക്കൊരു സന്തോഷമുള്ളൂ. അറിയിക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ, എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. എല്ലാവരും തുടർന്ന് കാണണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്കൂളൊക്കെ തുറക്കാറായല്ലോ. കൊച്ചുങ്ങൾക്ക് കൊച്ചുങ്ങൾക്കൊക്കെ 4 മണിക്ക് നല്ല എളുപ്പം ഉണ്ടാക്കാനൊക്കുന്ന ഒരു ഇത്. ചക്കക്കുരുവായിട്ട് കൊടുത്തവരാരും കഴിക്കത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ കൊടുത്താൽ കഴിക്കുമല്ലോ. എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല രുചിയാണ്. പിന്നെ നല്ലോണം മൊരിഞ്ഞ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം ഇടണം. അല്ലാതെ വെച്ച് നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് തീ കുറച്ച് താത്തി വെച്ചിട്ട് പൊരിച്ചെടുക്കണം. ശകലം സമാധാനം കാണിച്ചെടുക്കണം. അപ്പോൾ കരിയത്തുമില്ല, നല്ലോണം വെന്ത് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല രുചിയാണ്. നമ്മൾ ഉള്ളിവടയേക്കായും ഒക്കെ നല്ല രുചിയാണ്. നല്ല രുചിയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെനിക്ക് ലൈക്ക് ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ വളരെ കുറവാണ്. അതെനിക്ക് വളരെ അത്യാവശ്യമായിട്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? പിന്നെ ഇതിന് ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അറിയിക്കണേ. പിന്നെ ചക്കക്കാലം ആയതുകൊണ്ട് ചക്കയും ചക്കക്കുരും ഒക്കെ കൊണ്ട് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും നോക്കിയിട്ട് അതിൻ്റെ രുചിയൊക്കെ ഒന്ന് പറ, എന്നാലല്ലേ ഒരു തോനെ വെളിച്ചെണ്ണ ആകത്തുമില്ല. ഞാൻ പാം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഒരുപാട് എണ്ണ എടുക്കുന്നില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. ഒഴിച്ചത് പകുതി കൂടുതലും അതിലുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതിയായിരുന്നു, അത്രയും ഒഴിക്കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ച് തികയത്തില്ലായിരിക്കുമെന്ന്. അടുത്തൊരു വീഡിയോ ആയി കാണും വരെ